എല്ലാ കൂട്ടുകാർക്കും JB ഫ്ലേവർ ജേണിയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ? പിന്നെ എന്താ പറയുക, എൻ്റെ കുക്കിങ്ങും ബ്യൂട്ടി ടിപ്സൊക്കെ എല്ലാവർക്കും ഒരുവിധം അറിയായിരിക്കും. അറിയാത്ത കുട്ടികളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അറിയണവർ ക്ഷമിക്കുക, അറിയാത്തവർ കാണാം. പിന്നെ എന്താ പറയുക, എനിക്ക് സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ വന്ന് നിങ്ങളോട് എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ എന്നൊക്കെ ചോദിക്കണ്ടേ. അപ്പോൾ എനിക്കൊരു സന്തോഷമാണ്, നിങ്ങൾക്ക് കാണാൻ നിങ്ങൾക്കും ഒരു സന്തോഷമല്ലേ. വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, ഇടയ്ക്കൊക്കെ ഒന്ന് വരണ്ടേ. അപ്പോൾ ഞാനിനി ഇടയ്ക്ക് വരാം കേട്ടോ. അപ്പോൾ എന്നാൽ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ. നമുക്കിന്ന് പപ്പടം വെജിറ്റേറിയൻ നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ. 4 മണിക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല 2 തരം സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ 2 തരം സ്നാക്സ് എന്ന്. ഒന്ന് എരിവുള്ളതാണ്, നല്ല എരിവുള്ളത്. ഒന്ന് നല്ല മധുരമുള്ളത്. അപ്പോൾ ഈ 2 തരം സ്നാക്സ് വീട്ടിൽ ഉള്ള പപ്പടം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാം. നമുക്ക് ആദ്യം എരിവുള്ളത് ഉണ്ടാക്കാം കേട്ടോ, ഇത്തിരി സ്പൈസി ആയിട്ടുള്ളത്. അപ്പോൾ അതിന് ഒരു ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ സവോള കൊത്തിയരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞു. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കൊത്തിയരിഞ്ഞ് വെച്ച സവോള ഇട്ട് നന്നായിട്ട് വഴറ്റാം. നന്നായിട്ട് വഴറ്റി വരട്ടെ. അപ്പോൾ സവോള ഇട്ട് നന്നായി വഴറ്റി നമ്മൾ ഇനിയിപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതിടാം. അതിന് ശേഷം പിന്നെ കറിവേപ്പില ഇടാം, മല്ലിയില ഇടാം കേട്ടോ. പച്ചമുളക് ഇടണ്ട, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടാലും ചിലപ്പോഴേ പിള്ളേർ കഴിക്കുമ്പോൾ വേണമെങ്കിൽ അത് കടിക്കും, എരിയും. അപ്പോൾ അതിന് പകരം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിടാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴറ്റിയിട്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടാം, നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടാം. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം. ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് ഇളക്കാം. ഗ്രേറ്റ് ചെയ്ത് 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങിൻ്റെ കളറുമാകുള്ളൂ, അതാണ് പ്രശ്നം. പിന്നെ നമുക്ക് ഈ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ചിക്കൻ്റെ പീസ് ചെറുതാക്കിയിട്ട് കറിക്കൊക്കെ വാങ്ങുമ്പോൾ 2-3 കഷ്ണം എടുത്തിട്ട് അത് ചെറുതാക്കി അരിഞ്ഞിട്ട് പിച്ചിടുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇടാം കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കാം. അതിന് ശേഷം കുറച്ച് നാളികേരം ചിരണ്ടി ചെയ്തിടാം, നല്ല ടേസ്റ്റ് ആയിരിക്കും നാളികേരം ചിരണ്ടി ചെയ്തിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ഇടാം കേട്ടോ. ക്യാബേജ് കുത്തിയരിഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഞാനിപ്പോൾ കുറച്ച് ഉണ്ടാക്കണ കാരണമാണ് കുറച്ച് എടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള ആവശ്യത്തിനുള്ളതൊക്കെ എടുക്കാം. ഞാനാകെ 2 എരിവുള്ളതും 2 മധുരമുള്ളതും മാത്രമേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അത് കാരണമാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ കുറച്ച് ഉണ്ടാക്കണേ. അപ്പോൾ പിന്നെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ മാത്രമായിട്ടേ, അതാണ്. അപ്പോൾ പിന്നെ ഉപ്പ് കുറച്ചിട്ടുള്ളൂ കേട്ടോ, പാകത്തിന് ഇട്ടുള്ളൂ. പപ്പടത്തിന് ഉപ്പുള്ളതാണ്, അപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ കേട്ടോ. മസാലയ്ക്കുള്ളത് മാത്രം മതി. നമുക്കിത് എന്തായി നോക്കാം. നമുക്ക് ഇത് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ആ ഉരുളക്കിഴങ്ങിൻ്റെ നനവിൽ തന്നെ പിന്നെ ആവിയിലും കൂടി ആകുമ്പോൾ ഇത്രയും മതി. ഒന്ന് ആവി വെന്താൽ തന്നെ കൊണ്ടാൽ തന്നെ അത് വേവും, അത്രയ്ക്കുള്ള വേവുള്ളൂ, ഗ്രേറ്റ് ചെയ്തല്ലേ. പിന്നെ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഇതേപോലെ ഇങ്ങനത്തെ അവസ്ഥയിലിരിക്കണം, നല്ല ഡ്രൈ ആയിട്ട്. പിന്നെ നമുക്ക് എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ഇടാം കേട്ടോ. ക്യാരറ്റോ ബീൻസോ കൊത്തിയരിഞ്ഞ്. പിന്നെ നമ്മൾ പിള്ളേർക്ക് ഇഷ്ടമാണെങ്കിൽ മുട്ട കൊത്തി പൊരിക്കില്ലേ, അതിൽ ഉടച്ചൊഴിച്ച് അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ മധുരമുള്ള കൂട്ടിയാലോ, മധുരത്തിൻ്റെ ഫില്ലിങ്സ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് നാളികേരം, ഞാൻ കുറച്ച് ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ നാളികേരം. പിന്നെ ആണെങ്കിൽ കുറച്ച് അവിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ വേണ്ട. ഉള്ളത് വെച്ച് ഉണ്ടാക്കാം നമുക്ക്. ഞാൻ പിന്നെ ശർക്കര ഇടണേ, പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇടാം. ഞാൻ ഹെൽത്തി ആയിട്ടുള്ളതാണ് ഉണ്ടാക്കണതാണ്. പിന്നെ ആണെങ്കിൽ ഒരു ജീരകവും ഏലക്കായും കൂടി പൊടിച്ചത്, അതും കൂടി ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ കപ്പലണ്ടിയോ പൊട്ടിക്കടലയോ അണ്ടിപ്പരിപ്പോ ബദാം എന്ത് വേണമെങ്കിലും ഇടാം. ഇതുപോലെ പപ്പടം എടുത്തിട്ടേ നമ്മുടെ സൈഡിൽ അരികുകളൊക്കെ അങ്ങനെ വെള്ളം നനച്ച് കൊടുക്കുക. 2 മിനിറ്റ് മുന്നേ നനച്ച് വയ്ക്കുക. എന്നിട്ട് അതിൽ ഉള്ളിൽ നമുക്കിത് കൂട്ടി വയ്ക്കാം. ഈ അവിലും ശർക്കര നാളികേരമൊക്കെ വയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് പതുക്കെ സൈഡ് ഇങ്ങനെ
കൂട്ടി പിടിച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിക്കോളും തന്നെ. ഞാൻ കുറച്ചൊരു പാത്രത്തിൽ മൈദമാവ് കലക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് ഒട്ടും അതിങ്ങനെ കണ്ടോ. ആ ഉഴുന്നിൻ്റെ മാവിൻ്റെ ഒക്കെയാണ് ആരും വെള്ളം നനവാകുമ്പോൾ ശരിക്കും ഒട്ടുമല്ലോ അത്. അതാണത് കണ്ട, ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റായി. നമുക്കിനി ഉരുളക്കിഴങ്ങിൻ്റെ മസാല വയ്ക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അരിവ് വെള്ളത്തിൽ ഇങ്ങനെ നനച്ച് കൊടുത്തോളൂ കേട്ടോ. നനച്ച് വെച്ചാൽ മതി, 2-3 എടുത്തിട്ട് ഇങ്ങനെ നനച്ച് വയ്ക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് 2 മിനിറ്റ് കഴിയുമ്പോൾ കുതിരും അത്. അതാണ്. എന്നിട്ട് പിന്നെ ഈ മസാല വെച്ച് കൊടുക്കാം. മസാല വെച്ചിട്ട് പിന്നെ സൈഡ് ഒട്ടിച്ച് കൊടുക്കാം. അത്രേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ നമ്മൾ എന്താ പറയുക, മറ്റേ സമൂസയ്ക്കൊക്കെ ഉണ്ടാക്കില്ലേ നമ്മൾ, അങ്ങനത്തെ മസാലയൊക്കെ മതി കേട്ടോ. പിന്നെ അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതേപോലെ തന്നെ. അപ്പോൾ പിന്നെ ഇത് കണ്ടോ, ഇത്രേ ഉള്ളൂ. ഒരെണ്ണം കൂടി കാണിച്ചു തരാം കേട്ടോ. റെഡി ആയിട്ടോ. അപ്പോൾ ഇത് ഞാൻ 2 എരിവുള്ളതും 2 മധുരമുള്ളതാണ്. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. പപ്പടം വറുക്കണ പോലെ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് റെഡിയായി. നമ്മൾ വറുത്തെടുത്താലോ. ശരിക്കും പപ്പടം വറുക്കണ അത്രയും ടൈമും മതി കേട്ടോ. പിന്നെ നമ്മൾ എണ്ണ നല്ലപോലെ തിളച്ച് കഴിഞ്ഞിട്ട് ഒന്ന് സിമ്മിലാക്കിയിട്ട് ഇടാം. പപ്പടം വറുക്കണ ടൈമുള്ളൂ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ, 4 എണ്ണല്ലേ ഉള്ളൂ. പിന്നെ ആണെങ്കിൽ നമുക്ക് ഉള്ളിലൊന്നും എണ്ണ കയറില്ല കേട്ടോ. പപ്പടത്തിൻ്റെ അതൊക്കെ ഒട്ടിച്ചേക്കണ കാരണം ഉള്ളിലൊട്ടും എണ്ണമയം ഉണ്ടാവില്ല. അത് കഴിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കിക്കോളൂ. പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും, വലിയവർക്കും ഇഷ്ടമാവും. ഞാൻ ഇടയ്ക്ക് ചായക്ക് എന്തെങ്കിലും, ചായ കുടിക്കൽ കുറവാണ്, എപ്പോഴെങ്കിലും ഒന്ന് കുടിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തോന്നിയാൽ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കുന്ന സ്നാക്സാണ്. അതാണ്. അപ്പോൾ ഇത് നമ്മൾ എടുക്കാം കേട്ടോ. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ വറുത്തെടുക്കാം കേട്ടോ. പെട്ടെന്ന് വേവും. പിന്നെ ഉള്ളിലുള്ളതൊക്കെ നമ്മൾ എന്താ പറയുക, മസാലയൊക്കെ വേവിച്ചതല്ലേ. അപ്പോൾ പിന്നെ അത് വെറുതെ പപ്പടം വറുത്ത് കോരുന്ന പോലെ കോരിയാൽ മതി. പിന്നെയാണെങ്കിൽ അപ്പോൾ നമുക്ക് നമ്മുടെ പപ്പടത്തിൻ്റെ പലഹാരം നോക്കിയാലോ. ഇതിപ്പോൾ എല്ലാം ഞാൻ 4 എണ്ണം ഉണ്ട് മൊത്തത്തിൽ. ഇതിപ്പോൾ ഇത് ഏതാ നോക്കട്ടെ കേട്ടോ. ഇത് എരിവിൻ്റെ. അത് നമുക്ക് കഴിച്ചു നോക്കിയാലോ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പപ്പടത്തിൻ്റെ. ഒരു ഉപ്പും പിന്നെ എരിവിടുമ്പോൾ ഉപ്പിടുമ്പോൾ നോക്കിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത അച്ചാറിന് ഏതാ നമുക്ക് അറിയില്ല. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. അത് എരിവ് തന്നെയാണ്. ഇത് മധുരമാണെന്ന് തോന്നുന്നു. ഇത് മധുര. കാണുമ്പോൾ തന്നെ നല്ല കഴിക്കാൻ തോന്നുന്നുണ്ട്. എണ്ണയൊന്നും ഒട്ടും ഉള്ളിലേക്ക് പോവില്ല കേട്ടോ. നല്ല ടേസ്റ്റ്. ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്താ പറയുക, പ്രത്യേക തരം ടേസ്റ്റാണ്. അവിലും നാളികേരവും പിന്നെ നമുക്ക് പഞ്ചസാരയും നാളികേരം മാത്രം ഇട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ശർക്കര അവിലേക്ക് ഇട്ടതാണ്. പിന്നെ നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാക്കുമ്പോൾ ഉപ്പ് ശ്രദ്ധിച്ചോളൂ. പപ്പടത്തിന് നല്ല ഉപ്പുള്ള കാരണേ പിന്നെ കൂടാൻ ചാൻസ് ഉണ്ട്. അതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്നും പറയണ പോലെ ഇഷ്ടത്തോടെ പാചകം ചെയ്യാൻ സ്നേഹത്തോടെ വിളമ്പുക. അപ്പോൾ നാളെ കാണാം. ബൈ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെൽത്തി ടിപ്പ് നോക്കാം കേട്ടോ. നെയ്യിനെ കുറിച്ചാണ്. നെയ്യ് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. omega-3 ഫാറ്റി ആസിഡ് ഉണ്ട്, വിറ്റാമിൻ എ, ഡി, കെ ഒക്കെ ഉണ്ട് നെയ്യിൽ. പിന്നെ എന്നും രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് നമ്മുടെ ബ്രെയിനിന് നല്ല ഊർജ്ജം, എനർജിയും കിട്ടും. പിന്നെന്താ പറയുക, നമ്മുടെ സ്കിന്നിന്, ഹെയറിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്നും രാവിലെ നല്ലപോലെ തിളപ്പിച്ചിട്ട് പതുക്കെ ഒന്ന് തിളച്ച ഗ്ലാസ്സിൽ ഒഴിക്കരുത്. ഒന്ന് പതുക്കെ അറിയതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് നല്ല ചൂടുള്ള വെള്ളത്തിൽ അങ്ങോട്ട്
ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അത് വെറും വയറ്റിൽ ഒരു ഗ്ലാസ് കുടിക്കുക. എന്നും അങ്ങനെ ചെയ്താൽ നമ്മുടെ ശരീരത്തിന് നല്ല ഗുണം കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ.